ഇറാനെതിരെ ഇസ്രായേൽ ആക്രമിക്കാനുള്ള സാധ്യത ഇപ്പോൾ വളരെ കൂടുതലായി കാണുകയാണ്. അതുപോലെ തന്നെ ഗസയിൽ ഇസ്രായേൽ വീണ്ടും യുദ്ധം പുനരാരംഭിക്കാനുള്ള സാധ്യതകളുമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ സൈനികർക്ക് ശക്തമായ പരിശീലനം നൽകുന്നു. ഹമാസിന്റെ നേതാക്കളെ വകവരുത്താനുള്ള പ്രത്യേകമായ നീക്കങ്ങളാണ് ഇസ്രായേൽ നടത്താൻ പോകുന്നത് എന്നതാണ് സൂചന നൽകുന്നത്. ഇപ്പോൾ അതിശക്തമായ പരിശീലനമാണ് ഗസയിലെ യുദ്ധം പുനരാരംഭിക്കുന്നതിനായി ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ കെട്ടിടങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുക, ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക, ഇത്തരം നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹമാസും ഇപ്പോൾ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഓരോ ആളുകൾക്കുമുള്ള സ്ഥാന മാപ്പുകൾ നിശ്ചയിച്ചു. യുദ്ധം ലീഡ് ചെയ്യാനുള്ള അതിന്റെ കമാൻഡർമാരെ എല്ലാം ഇപ്പോൾ നിയമിച്ചു എന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ഏറ്റവും വലിയ തീവ്ര സ്വഭാവമുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ തീവ്രവാദം എന്ന് പറഞ്ഞേക്കാവുന്ന ഒരു വാർത്തയാണ് ഇസ്രായേലിന്റെ പാർലമെന്റ് അംഗം കൂടെയായ ഇദ്ദേഹം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഗസയിലുള്ള പ്രായപൂർത്തിയായ എല്ലാ പുരുഷന്മാരെയും കൊന്നുകളയുക, അതുപോലെ തന്നെ കുട്ടികളെ അവരിൽ നിന്നും വേർപ്പെടുത്തുക എന്നുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ റാംസിസ് രണ്ടാമൻ എന്നറിയപ്പെടുന്ന ഫറോവ ആ കാലത്തുണ്ടായിരുന്ന ആൺകുട്ടികളെയെല്ലാം കൊന്നുകളയണം എന്നായിരുന്നു പ്രസ്താവന നടത്തിയിരുന്നത്. എന്നാൽ ഫറോവയുടെ പിൻഗാമി എന്ന് വേണമെങ്കിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പറയാവുന്ന രൂപത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ യഥാർത്ഥത്തിൽ ലോകത്തെ ഏറ്റവും വലിയ ഒരു തീവ്രവാദ പ്രസ്താവനയായിട്ടാണ് ഇതിനെ നമുക്ക് കണക്കാക്കാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന്റെ സൂചനയും ഉണ്ടാകുന്നു. ഈ ഇസ്രായേലിന്റെ വിദേശകാര്യ മന്ത്രിയാണ് ഇപ്പോൾ പറഞ്ഞത്, ഇറാന് 2 ആണവായുധം നിർമ്മിക്കാനുള്ള യുറേനിയം സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട്, എന്നാൽ ഇത് ആയുധമാക്കാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഈ നീക്കങ്ങളെ തടയിടാൻ ചിലപ്പോൾ സൈനിക നടപടി ആവശ്യമായി വന്നേക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇറാന്റെ പ്രതിരോധ നേതാവ് ഇന്ന് നടത്തിയ വളരെ പ്രധാനപ്പെട്ട പ്രസ്താവന ഇസ്രായേലിന്റെ ശത്രുക്കളുടെ ഏത് ആക്രമണങ്ങളെയും അതിശക്തമായി നേരിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. നടത്തിയെന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഇറാൻ വളരെ പ്രധാനപ്പെട്ട ആണവ റിയാക്ടറുകൾ നിലനിൽക്കുന്ന മേഖലകളിലെല്ലാം ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് എന്ന വിവരം വരുന്നു. ഇസ്രായേലിനെ ആക്രമിക്കാനായി യമനിലെ ഹൂത്തികളും ഇറാനും ഇസ്രായേലിന് നേരെ മിസൈലുകൾ തിരിച്ചിട്ടുണ്ട്. അതായത് പൂർണ്ണമായും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഏകദേശം ഇറാൻ 1 മാസത്തിലധികമായി സൈനിക അഭ്യാസം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അതേസമയം ഇസ്രായേലിന്റെ യുദ്ധക്കൊതി ഇവിടെ അവസാനിക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ആക്രമണം സിറിയയിലാണ് നടത്തിയിരിക്കുന്നത്. സിറിയയുടെ പ്രധാനപ്പെട്ട കൊനൈത്തറ, അതുപോലെ തന്നെ സുവൈദ, ദക്ക തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളെല്ലാം ആക്രമിച്ചിട്ടുണ്ട്. സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുകയുണ്ടായി. കാരണം ഇസ്രായേലിന്റെ അതിശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം സിറിയയിൽ ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഈ സിറിയയിൽ ആക്രമണത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന കാര്യം ഇസ്രായേൽ വെളിപ്പെടുത്തിയിട്ടില്ല. അതേസമയത്ത് സിറിയയിലെ പുതിയ സർക്കാരുമായി പൂർണ്ണമായും സഹകരിച്ച് പ്രവർത്തിക്കുന്ന തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് എർദോഗാൻ ഇന്ന് ഇതിന് മറുപടി നൽകിയിട്ടുണ്ട്. ഈ സിറിയയിലുള്ള ആളുകൾക്ക് നേരെയോ അല്ലെങ്കിൽ സിറിയൻ രാഷ്ട്രത്തിനെതിരെയുള്ള ഏത് നീക്കങ്ങൾ നടത്തി ഏത് ശത്രുക്കൾ അത്തരത്തിലുള്ള നീക്കം നടത്തിയാലും സിറിയയിലെ ജനങ്ങളോടൊപ്പം അവരെ പ്രതിരോധിക്കാൻ തുർക്കി ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു പ്രസ്താവന കൂടെ നടത്തിയിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ തുർക്കിയുടെ വർദ്ധിച്ചു വരുന്ന സിറിയയിലെ സാന്നിധ്യം തന്നെയാണ് ഇസ്രായേലിനെ ഇപ്പോൾ ഇങ്ങനെ പ്രകോപിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സിറിയ ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന രാഷ്ട്രമായതുകൊണ്ട് തന്നെ തുർക്കിയുടെ സാന്നിധ്യം ഇസ്രായേലിനെ വലിയ രൂപത്തിലുള്ള തലവേദന ഉണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഗോലാൻ അടക്കമുള്ള പ്രധാനപ്പെട്ട മേഖലകൾ, അതുപോലെ തന്നെ സിറിയയുടെ അതിർത്തിയിൽ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളും ആക്രമണ സംവിധാനങ്ങളും ഒക്കെ ഇപ്പോൾ സജീവമാക്കിയിരിക്കുകയാണ്. ഇറാന്റെ ചില സാന്നിധ്യങ്ങൾ ഡമസ്കസിൽ ഉണ്ട്. അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ യമനിൽ നിന്ന് ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടാകും, ഗസയിൽ നിന്ന് ആക്രമണം ഉണ്ടാകും, അതുപോലെ തന്നെ ഇറാനിൽ നിന്നുണ്ടാകും. എന്നാൽ അത്തരമൊരു ആക്രമണം സിറിയയിൽ നിന്നും ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് ഒരുപക്ഷെ ഇസ്രായേൽ വിലയിരുത്തുന്നുണ്ടോ എന്ന് അറിയില്ല. അങ്ങനെയുള്ള ചില സാന്നിധ്യങ്ങൾ ഉണ്ട് എന്നതാണ് ചില പത്രങ്ങൾ ഇതിന് കാരണമായി പറയുന്നത്. ആ ഒരു നീക്കം ഉണ്ടായതുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ ആക്രമണങ്ങളൊന്നും തന്നെ ഇസ്രായേലിന്റെ പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ സുരക്ഷക്കോ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും വരുത്തുന്നില്ല. കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ഇസ്രായേലിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ മാറുന്നു. ഇസ്രായേൽ അധിനിവേശ രാഷ്ട്രത്തിനുള്ളിൽ തന്നെ
കൂടുതൽ പ്രക്ഷോഭങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരിക്കുകയാണ്. നമുക്കറിയാം ഹമാസ് ബന്ദികളെ കൈമാറുന്ന ഘട്ടത്തിൽ പോലും ഹമാസിനെ ചുംബിക്കുകയും അവരോട് വളരെ നല്ല രൂപത്തിലുള്ള സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നതെല്ലാം ഇസ്രയേലിന് വലിയ തലവേദനയായിട്ടുണ്ടായിരുന്നു. ഇത് ഇസ്രയേലിന്റെ അകത്ത് വലിയ രൂപത്തിലുള്ള, അതായത് സർക്കാരിന് നേരെയുള്ള വലിയ പ്രക്ഷോഭങ്ങൾ, വികാരങ്ങളും ഉയർന്നു വരാനുള്ള സാഹചര്യം നിലവിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ബന്ദികളെ കൈമാറുന്ന കാര്യം ഇപ്പോൾ ഇസ്രായേൽ നിർത്തിവെച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ ഹമാസും യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കാനുള്ള കാരണം. ഇസ്രായേൽ ഒരിക്കലും ബന്ദികളെ വിട്ടയക്കാതെ, ഫലസ്തീനികളെ വിട്ടയക്കാതെ ഇനി ഒരു ബന്ദിയെയും വിട്ടയക്കുന്ന കാര്യം പ്രശ്നമേ ഇല്ല എന്നാണ് ഇപ്പോൾ ഹമാസും പറഞ്ഞിരിക്കുന്നത്. ഈ രൂപത്തിൽ കാര്യങ്ങൾ നീങ്ങുമ്പോൾ കൂടുതൽ മേഖലകളിലേക്ക് യുദ്ധം വ്യാപിക്കാനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്.